Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Happy New Year, ma'am. Happy New Year. Happy New Year. Happy New Year. Happy New Year. ഓക്കെ, ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ജോബൊക്കെ കിട്ടട്ടെ, നല്ല രീതിയിൽ സെറ്റിൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഈ വർഷം നിറവേറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നല്ലൊരു വർഷം. ഓക്കെ, നമ്മള് എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ കുറെ അധികം എന്താ പറയാ സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ സങ്കടങ്ങളായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയൊരു വർഷം നിങ്ങൾക്ക് എന്താണ് സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ തന്നെ പരിശ്രമിക്കുക കേട്ടോ. വിജയം നിങ്ങളുടെ തൊട്ടു മുന്നിൽ ഉണ്ടാകും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു എന്താ പറയാ, നമുക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം, സർട്ടിഫിക്കറ്റ് കിട്ടണം, നല്ലൊരു ജോലി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അതല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് വലിയൊരു പാരാഗ്രാഫിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഷോർട്ട് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അറിയാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇടകലർത്തിയാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വീണ്ടും പാരാഗ്രാഫുകളിൽ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എന്താ പറയാ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചർ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ പേഷ്യന്റ് വർക്ക് ഫ്ലോ ആണ്. ഒരു ഐ ഹോസ്പിറ്റൽ എൻവയൺമെന്റിൽ, ഒരു കണ്ണാശുപത്രിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് പേഷ്യന്റിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ്, ആദ്യം പോകുന്നത് എവിടെയാണ്, പിന്നീട് നെക്സ്റ്റ് പോകുന്നത് എവിടെയാണ്, ആ ഒരു കാര്യമാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവരും പിക്ചർ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് തന്നെ പേഷ്യന്റ് വരുന്നത് എൻക്വയറി റിസപ്ഷനിലാണ്. നമ്മളായാലും ചെല്ലുമ്പോൾ ഏതൊരു ഹോസ്പിറ്റലായാലും ഫസ്റ്റ് ചെല്ലുന്നത് എവിടേക്കാണ്? എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷൻ അല്ലെ. അവിടെ നിന്ന് പേഷ്യന്റ് നേരെ രജിസ്ട്രേഷൻ ഏരിയയിലേക്ക് പോകുന്നു, രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് പേഷ്യന്റിന് ഒരു ID ജനറേറ്റ് ചെയ്യുന്നു. പേഷ്യന്റിന്റെ ഒരു ID, നമ്മുടെ നെയിം, അഡ്രസ്, ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾക്കൊരു യൂണിക് ID തരുന്നുണ്ട്. ഒരു UHID ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യുന്നു. നമുക്കൊരു റെക്കോർഡ് ഓൾറെഡി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ആ റെക്കോർഡ് എങ്ങോട്ട് പോകും? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഓക്കെ, അതിനുശേഷം ഈ മെഡിക്കൽ റെക്കോർഡ് UHID വെച്ച് ഇത് എന്താ പറയുക ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിലും, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് പിന്നീട് അവരുടെ സോഫ്റ്റ്വെയറിൽ ഇത് അപ്ലോഡ് ആവുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമുള്ള രോഗിക്ക് എപ്പോഴാണ് പോകുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പേഷ്യന്റ് വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ദെൻ അതിനുശേഷം നേരെ ക്ലിനിക്കൽ എക്സാമിലേക്കാണ് പേഷ്യന്റ് പോകുന്നത്. ക്ലിനിക്കൽ എക്സാമിന് ശേഷം രോഗി 3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിന് ശേഷം നേരെ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ എന്താ പറയാ ഗ്ലാസ് പ്രിസ്ക്രിപ്ഷനോ, എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റലാണ് അപ്പൊ ഗ്ലാസ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനു വേണ്ടി പോയിട്ട് രോഗി എന്ത് ചെയ്യുന്നു? നേരെ എക്സിറ്റ് ആവുക ചെയ്യുക. അതായത് ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, പുറത്തേക്ക് പോകുന്നു. ദെൻ രണ്ടാമത്തെ ഇത് പേഷ്യന്റ് പോകുന്നതെന്ന് വെച്ചാൽ, അതായത് 3 വിഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പ് പോകുന്നത് നേരിട്ട് വാർഡിലേക്കാണ് പോവുക. അതായത് ക്ലിനിക്കൽ എക്സാമിന് ശേഷം രോഗി എന്ത് ചെയ്തിരിക്കാം? അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ രോഗി എങ്ങോട്ടാ പോകുന്നത്? വാർഡിലേക്ക് പോകുന്നു. ദെൻ മൂന്നാമത്തേത്, ഇപ്പോ ക്ലിനിക്കൽ എക്സാമിന് ശേഷം ഡോക്ടർ പറയാണ് സർജറി ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ രോഗി എങ്ങോട്ടാ പോകുന്നത്? പേഷ്യന്റ് കൗൺസിലിംഗിന്റെ അടുത്ത് പോകുന്നു. പേഷ്യന്റ് കൗൺസിലർ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് രോഗിക്ക് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും രോഗി വാർഡിൽ വന്ന് അഡ്മിറ്റ് ആവുന്നു. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു.
അതിനുശേഷം പിന്നീട് ഈ 3 സ്ഥലത്തേക്കും പോയതിനു ശേഷം ലാസ്റ്റ് വൺ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെങ്കിൽ രോഗി എങ്ങോട്ട് പോകുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്, ആ ഏരിയയിലോട്ട് പോകുന്നുണ്ട് അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ എടുത്തതിന് ശേഷം പേഷ്യന്റിനോട് ബില്ലടക്കാനായിട്ട് പറയുന്നു. ബില്ലടക്കാനായിട്ട് ക്യാഷ് കൗണ്ടറിൽ പേഷ്യന്റ് ചെല്ലുന്നു. ക്യാഷ് കൗണ്ടറിൽ ചെന്നതിന് ശേഷം പേഷ്യന്റ് ഒന്നുമില്ലെങ്കിൽ എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആകാം. ഓക്കെ, ഇനി ഇൻഷുറൻസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ് ക്യാഷ് കൗണ്ടറിൽ പണം അടിക്കേണ്ട ആവശ്യമില്ല, ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി. പേഷ്യന്റ് വേണമെങ്കിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആവാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഐ ഹോസ്പിറ്റൽ എൻവയൺമെന്റിൽ നടത്തുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഐ ഹോസ്പിറ്റലിലാകുമ്പോൾ കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേഷൻ, ക്ലിനിക്കൽ എക്സാം ഒക്കെ കൂടുതലാണ് ഇവിടെ നടത്തുന്നത് അല്ലെ. കണ്ണിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എപ്പോഴും കൂടുതലായിരിക്കും നടക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Then components of a hospital management system. അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓരോ ഘടകങ്ങളുണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്. അതിനകത്ത് ആദ്യം വരുന്നതാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. മാനേജിംഗ് അപ്പോയിന്റ്മെന്റ്സ് മാനുവലി ഈസ് നോട്ട് ഓൺലി മോണോട്ടോണസ് but also increase the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose hospital where they could schedule, alter or cancel appointments online. A hospital management system enables us to add a scheduling option to the hospital website so that patient can easily schedule an appointment once the patient has reserved an appointment. The hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also updates the available slots in real time to avoid any perplexity at the hospital. The next step in appointment booking to gather medical documents. An HMS with a patient portal is used to collect documents and share patient history with the doctors well in advance. The patient requires help at this house. The system will verify the doctor's availability for the remote visit and assign accordingly. In this way, patients can create an easy and error-free process by digitalizing the appointment reserving process. അതായത് ഇവിടെ പറയുന്നത് 68% ആളുകളും, അതായത് ഒരു ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ല. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തില് 68% ആളുകൾ, ഭൂരിഭാഗം ആളുകളും വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ ആളുകളും സ്വീകരിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യന്റ് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റുകൾ അവർക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും, മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ മാറ്റണമെങ്കിൽ ഇന്നത്തേക്കാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തതെന്ന് വിചാരിക്കും, നമുക്ക് വേണമെങ്കിൽ ഇന്ന് കാണാനായിട്ട് സൗകര്യമില്ല, നാളത്തേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളാണ് HMS സിസ്റ്റം വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. പേഷ്യന്റിനെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാം, അവർക്ക് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ദെൻ ആൾട്ടർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, അതായത് ഈ HMIMS എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന് ഒരു ആശുപത്രിയുടെ വെബ്സൈറ്റിലേക്ക് ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ചേർക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആ സിസ്റ്റം തുറന്ന് നോക്കുമ്പോൾ ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എന്ന് കാണിക്കുന്നുണ്ടാകും. ആ ഷെഡ്യൂളിംഗ് ഓപ്ഷൻ വഴിയാണ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നത്. ഇതുവഴി രോഗികൾക്ക് എളുപ്പത്തിൽ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ടും ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് തുറന്നിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ
രോഗി ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിഞ്ഞാല് രോഗിയുടെ രോഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ രോഗിയുടെ രോഗത്തെ അതിന് യോജിച്ച ഡോക്ടറുമായിട്ട് ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, മാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോ എനിക്ക് എന്താ പറയാ, ഫീവർ ആയിട്ടാണ് ഞാൻ വീട്ടിലിരുന്ന് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നെന്ന് വിചാരിക്കാം. അപ്പോ എനിക്ക് കാണേണ്ടത് ഫിസീഷ്യനെയാണ് അല്ലെ, ഫീവർ എന്ന രോഗത്തിന് ഫിസീഷ്യനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഫിസീഷ്യന്മാരുടെ ലിസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, എന്റെ ഈ ഒരു ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട് ആ ഡോക്ടറെ കാണുന്നത് കൊടുക്കുക, അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അപ്പൊ എന്താണോ രോഗം, ഇപ്പോ എന്താ പറയാ, ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു രോഗമുള്ള രോഗിയാണെങ്കിൽ ആ രോഗിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ഏത് ഡോക്ടറുമായിട്ടായിരിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഏത് ഡോക്ടറുമായിട്ടായിരിക്കും മാച്ച് ചെയ്യുന്നേ? ആ രോഗിയുടെ രോഗത്തെ ഏത് ഡോക്ടറുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കും? ഏത് വിഭാഗത്തിലെ? കമന്റ് ചെയ്തേ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനെ എടുത്തിട്ട് അവരെ എന്ത് ചെയ്യിപ്പിക്കും, മാച്ച് ചെയ്യിപ്പിക്കും. അപ്പൊ അത് മാത്രമല്ല ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഡോക്ടർ അല്ല, ആ രോഗിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡോക്ടർ ആരാണോ അതിനനുസരിച്ച് സീനിയർ ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർ ആയിരിക്കാം, അത്തരത്തില് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ ഇതില് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു രോഗിയുടെ രോഗത്തെ മാച്ച് ചെയ്യിപ്പിക്കുകയും ഡോക്ടർമാരെ കണക്ട് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നെക്സ്റ്റ് ലെവല് ആ മേഖലയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡോക്ടറെ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രോഗി, ചിലപ്പോ ഏത് ഡോക്ടറെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് ചോദിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡോക്ടറാണ് നമ്മൾ പറയാ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബുക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റം ഇതുവഴി ആ രോഗിയുടെ രോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിനിടയിൽ ഹോസ്പിറ്റലിന് ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. കാരണം ധാരാളം രോഗികള് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പോ അവർക്ക് വേണ്ടി പ്രത്യേകം സ്ലോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കളക്റ്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് കളക്ട് ചെയ്യുന്നു. HMS ഉപയോഗിച്ച് രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്യുന്നു. അത് ഡോക്ടറുമായി ഷെയർ ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കുന്നു? മെഡിക്കൽ റെക്കോർഡ്സ് ഡോക്ടറിനോട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. രോഗിക്ക് അവരുടെ വീട്ടിൽ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ, ഇനി രോഗിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല, ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സിസ്റ്റം വഴി ഏതൊക്കെ ഡോക്ടറാണ് വീട്ടിൽ ചെന്ന് സർവീസ് കൊടുക്കാനായിട്ട് താല്പര്യമുള്ളത് ആ ഡോക്ടറെ ഫൈൻഡ് ചെയ്യുകയും അവരെ അതിനു വേണ്ടി നിയമിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇത്തരത്തില് എന്താ പറയുക, ഏതൊക്കെ ഡോക്ടറാണ് വീട്ടിൽ ചെന്ന് പരിശോധിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്, അവരുടെ സ്ലോട്ടുകൾ HMS ഉണ്ടാകും, അവരുടെ ലിസ്റ്റുകൾ. അപ്പൊ ഇതൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിലൂടെ എളുപ്പത്തിൽ രോഗിക്ക് സർവീസ് കിട്ടുകയും കുറെ എറർസിനെ, അതായത് കുറെ അധികം തെറ്റുകൾ ഉണ്ടാവുമല്ലോ, അതിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് ആ ഒരു പാരാഗ്രാഫ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്തത് പേഷ്യന്റ് മാനേജ്മെന്റ് ആണ്. After the patient orientation is completed, the patient is shifted to an IPD or OPD. The patient management module of HMS caters to the necessities of the inpatient and outpatient department. It collects and stores the medical history, treatment required, details of their previous visits, upcoming appointments, reports, insurance details, and more. It generates unique admission numbers for each patient to easily handle admission, discharge, and transfers. It also built a comprehensive discharge summary to make sure of smooth discharge. At the same time, it records and generates related documents, example consent forms for electronic signature. When you begin collecting and storing data on an HMS,
Default also eliminates the need to get these details on every visit. HMS enables doctors and staff to focus more on the treatment than administrative work. Now, if you wish to automate other activities like patient communication, consider integrating your HMS with the marketing automation software. It will help you to automate communication with the patients and doctors. You can send appointments and lab tests, reminders or follow-ups and create meaningful, long-lasting relationship. ഇവിടെ എന്താ പറയുന്നേ, അതായത് ഒരു രോഗിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ വിവരങ്ങൾ ഇൻ പേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലേക്ക് മാറ്റുന്നു. രജിസ്ട്രേഷൻ ഒരു രോഗി വന്നു കഴിഞ്ഞാല് ഡോക്ടറെ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വിവരങ്ങൾ ഒന്നില്ലെങ്കിൽ IPD-യിലേക്കോ അല്ലെങ്കിൽ OPD-യിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത് മെഡിക്കൽ ഹിസ്റ്ററി, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് കളക്ട് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി, മുൻകാലത്തിലുള്ള രോഗിയുടെ ചികിത്സകള്, ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, പ്രീവിയസ് വിസിറ്റ്, രോഗിയുടെ മുൻകാല സന്ദർശനങ്ങള്, അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ റിപ്പോർട്ടുകള് എന്നിവയുൾപ്പെടെ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കളക്ട് ചെയ്യുന്നുണ്ട് HMS എന്ന് പറയുന്ന സിസ്റ്റം. അതുപോലെ തന്നെ അഡ്മിഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നു. രോഗിക്ക് ഒരു ID ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ വാർഡിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു അഡ്മിഷൻ നമ്പർ ഉണ്ടാകും. അതിന്റെ ആ ഒരു ID എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ അഡ്മിഷൻ, ഡിസ്ചാർജ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ എന്നിവ കൈകാര്യം ചെയ്യുന്നതും ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചാണ്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ് സമ്മറി ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് HMS ഉപയോഗിക്കുന്നുണ്ട്. സെയിം ടൈം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി ജനറേറ്റ് ചെയ്യുന്നു. അപ്പോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ വളരെയധികം കാര്യങ്ങൾക്ക് HMS എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ രോഗിയിൽ നിന്ന് കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉണ്ടല്ലോ, അറിയാൻ പറ്റും എല്ലാവർക്കും അല്ലെ. ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ രോഗിയിൽ നിന്ന് കൈപ്പറ്റാനായിട്ട് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. HMS-ല് ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ വിസിറ്റിലും ഡോക്ടേഴ്സിന് പേഷ്യന്റിന്റെ വിവരങ്ങൾ പരിധി പോകേണ്ട ആവശ്യമില്ല. കാരണം പേഷ്യന്റ് എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ എന്തിലുണ്ട്, HMS-ലുണ്ട്. ഇപ്പൊ ഡോക്ടർക്ക് എന്ത് ചെയ്യണ്ട, രോഗിയുടെ വിവരങ്ങള് സെർച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. എത്ര തവണ പേഷ്യന്റ് ഡോക്ടറെ മീറ്റ് ചെയ്താലും എന്തിരുന്ന് ചെയ്താൽ മതി, പേഷ്യന്റ് ഹിസ്റ്ററി HMS-ൽ ഉണ്ടായിരിക്കും. ഒരു തവണ മാത്രം പേഷ്യന്റ് എന്ത് ചെയ്താൽ മതി, പേഷ്യന്റ് വിവരങ്ങള് ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്താൽ മതി. HMS-ല് എപ്പോഴും ആ വിവരങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ തവണ വന്നതിന് ശേഷം എത്ര തവണ ഡോക്ടറെ മീറ്റ് ചെയ്താലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും നമ്മള് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാത്തോളജി റിപ്പോർട്ട് വേണമെങ്കിൽ ഡോക്ടേഴ്സിന് ലബോറട്ടറിയിൽ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് കഴിഞ്ഞ റിപ്പോർട്ട് പേഷ്യന്റിന്റെ UHID-യിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ പേഷ്യന്റിന് ആദ്യം വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് ഒരു UHID കിട്ടുന്നുണ്ട്. ഈ UHID ഈ ലബോറട്ടറിയിലേക്ക് ഒരു പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ, ആ പേഷ്യന്റിന് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഈ UHID-യിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഡോക്ടർക്ക് അവരുടെ റൂമിൽ ഇരുന്ന് പേഷ്യന്റിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. ഡോക്ടർ ഒരിക്കലും അങ്ങോട്ട് വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. HMS-ല് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും, കണക്ട് ചെയ്യും. മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ HMS-ല് കണക്ട് ചെയ്യുവാണെങ്കിൽ പേഷ്യൻസിന് ലാബ് റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പേഷ്യന്റ് ID-യിലേക്ക് പോയിക്കോളും. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാ വിവരങ്ങളും പേഷ്യന്റ് ലാബ് ടെസ്റ്റ് മുതലായിട്ടുള്ള എല്ലാ വിവരങ്ങളും UHID-യിൽ കണക്ട് ആകും. അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് കൺഫർമേഷൻ മെസ്സേജ് വരും. ഇപ്പൊ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ പേഷ്യന്റ് UHID-യിൽ ഇത് കണക്ട് ആവുകയും രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും രോഗിയുടെ മൊബൈലിലേക്ക്
എന്ത് വരും? മെസ്സേജ് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ മെസ്സേജ് വരാറുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന്? വരാറുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് ആർക്കും മെസ്സേജ് ഒന്നും വരാറില്ലേ? രജിസ്ട്രേഷൻ ഒക്കെ എടുത്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് വന്നിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണിത് വരുന്നത്? HMS എന്ന് പറയുന്ന സിസ്റ്റം മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിനെ കണക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് കൺഫർമേഷൻ മെസ്സേജ് ആയിട്ട് വരുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പൊ മെസ്സേജ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ലാബ് ടെസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു മെസ്സേജ് ആയിട്ട് അയക്കില്ലേ? ഇമെയിലിലേക്ക് അയക്കില്ലേ? ഇതൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതയാണ്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ അല്ലേ? ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. 3 കാര്യങ്ങളല്ല, ഫെസിലിറ്റി മാനേജ്മെന്റ് ഒന്ന് റീഡ് ചെയ്യാം മൈൻഡിൽ, അപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ് പറഞ്ഞുതരാൻ. ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അത് വായിച്ചതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യുക, വായിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് കാണാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, ഓക്കെ. നോക്കി നിങ്ങൾ, ഫെസിലിറ്റി മാനേജ്മെന്റ്. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you to keep records of bed availability, occupancy status of rooms with specialized care and more. It collects all such information and makes it easily available to the receptionist. If a hospital has different facilities, then an HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patients can visit any hospital in the basis of their convenience, as all records are available online. അതായത് ഈ ഒരു HMS-ലെ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് HMS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് തന്നെ
ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിൽ ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അത് മെഡിക്കൽ റെക്കോർഡ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്, രോഗികളുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഈസി ആയിട്ട് ഒരു സ്റ്റാഫിനായാലും അല്ലെങ്കിൽ ഡോക്ടറിനായാലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഷോ ചെയ്യുന്നു. മാത്രമല്ല ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡ് അവൈലബിൾ ആണ് എന്നത് ഒരു ലിസ്റ്റ് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ റൂമുകൾ എത്ര എണ്ണം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടുന്ന ആ ഒരു ഏരിയയിൽ എത്ര പേരാണ് അവിടെ ചികിത്സയിലുള്ളത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂള് ഒരുക്കി തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല റിസപ്ഷനിസ്റ്റിന് ഹോസ്പിറ്റലിൽ ഇരുന്ന് ഈസി ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നതെന്ന് റിസപ്ഷനിസ്റ്റിന് എവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും, അവരുടെ ചെയറിലിരുന്ന് HMS മുഖേന ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ വഴി കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാം, അവരുടെ മെഡിക്കൽ റെക്കോർഡ് അവരുടെ റൂമിൽ ഇരുന്ന് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്തത് സ്റ്റാഫ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, staff management. The staff management module facilitates a concrete solution to the HR department. It includes records of hospital staff, job description, service domain, and other important details. It helps you to realize your staff without going through a heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of the hospital. അതായത് HMSലെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്, അതായത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മുഴുവൻ വിവരങ്ങളും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ റെക്കോർഡുകള്, അവരുടെ ജോലികൾ എന്തൊക്കെയാണ്, അവരെത്ര വർഷമായി ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു മൊഡ്യൂൾ ശേഖരിച്ചു വെക്കുന്നു. ഈ സ്റ്റാഫുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഫയലുകളൊന്നും തിരയേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു സിസ്റ്റത്തില് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളില് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങള് HMSലെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ നിങ്ങളുടെ എല്ലാ സകല ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഫയലൊന്നും കരുതി പോവേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അടുത്തത് സപ്ലൈ മാനേജ്മെന്റ് ആണ്. A hospital cannot afford to be short of medical supplies. Not having the medicine at the right time or a minor delay in refill can lead to severe result. The supply management factor of the HMS tracks the availability of medical stocks. It helps you determine the minimum quantity of supplies required without any hassle. It records the purchase date, quantity consumed, and supplier details. This way you can calculate or forecast the next purchase and reorder before the stock gets short. It also provides the details of the medicine available so that doctors can prescribe the ones in stock. അതായത് മെഡിക്കൽ സപ്ലൈസിലൊക്കെ ഷോർട്ടേജ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഈ ഷോർട്ടേജ് വരുന്ന കാര്യങ്ങള്, ഏതൊക്കെ മെഡിക്കൽ സപ്ലൈസ് ആണ് തീർന്നിരിക്കുന്നത്, ഏതൊക്കെ മെഡിക്കൽ സപ്ലൈസിനാണ് എന്താ പറയാ ഓർഡർ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു മെഡിസിൻസ് ഒക്കെ പർച്ചേസ് ചെയ്ത ഡേറ്റ് എന്നാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് അത് കൺസ്യൂം ചെയ്തിട്ടുള്ളത്, ആരിൽ നിന്നാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാവും HMSന്റെ കേട്ടോ. ഓക്കെ, അപ്പൊ മെഡിസിൻസ് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് എത്രയാണ്, സ്റ്റോക്ക് തീർന്നിട്ടുള്ള മെഡിസിൻസ് എത്രയാണ്, അതുപോലെ തന്നെ ഷോർട്ടേജ് എന്തിനൊക്കെയാണ് ഉള്ളത്, പർച്ചേസ് ഡേറ്റ് എന്നാണ്, ആരിൽ നിന്നാണ് വാങ്ങിച്ചത്, എത്ര അളവിലാണ് മരുന്നുകൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ HMSന്റെ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ആറാമത്തേത്
The financial management factor of an HMS deals with the financial affairs of your hospital. It evaluates, stores and presents the billing information to the patients. In addition to this, it also records the expenses incurred by the hospital, revenue data and other financial details of the hospital. The consolidation saves you the trouble of analyzing an enormous pile of record books. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്തൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂള് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ അഫയേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ആ ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് ബില്ലിംഗ് ഇൻഫോർമേഷൻ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനകത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിൽ കേട്ടോ ആ ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ബില്ലിംഗ് ഇൻഫോർമേഷൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുള്ള ചെലവുകൾ, അതായത് എക്സ്പെൻസസ്, എന്തിനു വേണ്ടിയിട്ടാണ് പണം ചെലവഴിച്ചിട്ടുള്ളത്, ആ ഹോസ്പിറ്റലിൽ എത്ര റവന്യൂ ആണ് ഓരോ ദിവസവും വരുന്നത്, എങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ഓൾ ബില്ലിംഗ് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ എക്സ്പെൻസസ് ആൻഡ് റവന്യൂസ്. ഇതിനെ കുറിച്ചിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. പേര് പോലെ തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കേട്ടോ. അടുത്തത് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ്. ഇൻഷുറൻസ് മാനേജ്മെന്റിൽ നോക്കാം. An HMS insurance management component records and stores patients' insurance details. On requirement, it presents the policy number, insurance company, and other related information. The software makes it easy to retrieve these details, making insurance validation easier. HMSന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്നത് പേഷ്യൻസിന്റെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ പോളിസി നമ്പർ, ഇൻഷുറൻസ് കമ്പനി ഏതാണ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിവരങ്ങളൊക്കെ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം പേഷ്യന്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പേപ്പർ റെക്കോർഡൊന്നും ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ 7 വരെ ഞാൻ പറഞ്ഞു. 7 വരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആയോ? അടുത്തത് പറയാമല്ലോ. ഓക്കെ, അടുത്തത് ലബോറട്ടറി മാനേജ്മെന്റ് ആണ് കേട്ടോ. ദ ലബോറട്ടറി മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ഷോ ദ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറെന്റ് ലാബ് ടെസ്റ്റ് പേഷ്യന്റ് ടേക്ക്. It provides reports when needed and maintains all records collectively. The doctors can easily access. It also notifies the doctor and the patients when the results are ready. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ, അതായത് ലബോറട്ടറിയിലെ ടെസ്റ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്, ലബോറട്ടറി റിസൾട്ടുകൾ, അവിടെ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത് ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂളാണ് HMSലെ കേട്ടോ. അടുത്തത് റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ records and stores all the reports generated by the hospital. In the case of financial reports, it verifies performance metrics to check the business profitably. It also provides a comparison between performance reports for different years. An authorized person can access the reports at any time. Besides, you can use healthcare dashboards to present in easy to read format. അതായത് റിപ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ എല്ലാ റെക്കോർഡുകളും സൂക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ല, ഇടപാടുകൾ, അതിന്റെ റിപ്പോർട്ടുകൾ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഓരോ വർഷവും ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണ്, അവർ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് എന്താണ് ഈ വർഷം വ്യത്യാസം വരുത്തിയിട്ടുള്ളത്, കമ്പാരിസൺ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളാണ്.
അപ്പോ ഇത് പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പുറത്തുനിന്ന് ഒരാൾ വന്ന് ഹാക്ക് ചെയ്യാം ഈ വിവരങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയിട്ട് ഡാഷ്ബോർഡ്, ഹെൽത്ത് കെയർ ഡാഷ്ബോർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിൽ. അങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ അത് ഷോ ചെയ്ത് തരുന്നത്. അതെങ്ങനെയാണ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാല്, നമ്മള് വിവരങ്ങളെ ഒരാൾക്ക് മുമ്പില് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നമ്മള് പ്രസന്റ് ചെയ്യുമ്പോൾ അതില് ചാർട്ടുകള്, ഡയഗ്രാം ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് ഒരു വർഷം റവന്യൂ ഇത്രയാണ്, എക്സ്പെൻസ് ഇത്രയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഡയഗ്രാംസ് യൂസ് ചെയ്യുക, ചാർട്ടുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത് പ്രത്യേക കളറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യുന്നതാണ് എന്ത്, ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിൽ കയറിയാൽ നമുക്കറിയാം ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കണക്കുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഒന്ന് അവിടെ ഒന്ന് താഴെ എഴുതി വെക്കുക. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ത്രൂ ഡയഗ്രാം ആൻഡ് ചാർട്ട് മുഖേനയും ഡയഗ്രാം മുഖേനയും പ്രസന്റ് ചെയ്യുന്നതാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്. ഓക്കെ, then അടുത്തത് വാക്സിനേഷൻ മാനേജ്മെന്റ് ആണ് കേട്ടോ. A vaccination model keeps track of all the completed or upcoming vaccinations. It updates you about upcoming vaccinations and books a slot with the doctor. It also sends timely reminders to parents to make sure they don't miss the slot. അതായത് വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്, അതായത് അപ്കമിംഗ് ആയിട്ടുള്ള വാക്സിനേഷൻ പേഷ്യന്റിന് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എപ്പോഴാണ് വാക്സിൻസിന്റെ ഡാഷ്ബോർഡ് പറഞ്ഞുതരാം കേട്ടോ. വാക്സിൻസിന്റെ ടൈം എപ്പോഴാണ്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റുകൾ, സ്ലോട്ടുകൾ എപ്പോഴാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂള്. അപ്പൊ നമുക്കറിയാം ഓരോ പ്രാവശ്യം നമ്മൾ വാക്സിൻ ഒക്കെ എടുക്കാൻ പോവാറുണ്ട് അല്ലെ. എപ്പോഴും ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റുകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂള്. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ഹോസ്പിറ്റലിന്റെ ഇൻകം, എക്സ്പെൻസസ് ഒക്കെ ഡയഗ്രത്തിലൂടെയും ചാർട്ടിലൂടെയൊക്കെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുക. അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് പല കളറുകൾ കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോ ഒന്നോ രണ്ടോ കളർ ആയിരിക്കും. എക്സ്പെൻസിനെയും റവന്യൂവിനെയും കാണിക്കാനായിട്ട് എക്സ്പെൻസിനെ കാണിക്കാൻ റെഡ് കളർ ആയിരിക്കാം, റവന്യൂവിനെ കാണിക്കാൻ ഗ്രീൻ കളർ ആയിരിക്കാം. അപ്പൊ എക്സ്പെൻസ് ഇത്രയാണ്, റവന്യൂ ഇത്ര ശതമാനമാണെന്ന് കാണിച്ചു തരുന്നതാണ് എന്ത്, ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ്. പലതുണ്ട്. എക്സ്പെൻസ്, റവന്യൂ മാത്രമല്ല പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബെഡ് എക്യുപ്മെന്റ്സ് റേറ്റ് ഉണ്ട്, അതൊക്കെ എത്ര ശതമാനമാണെന്ന് നമ്മള് മാത്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിൽ. അപ്പൊ ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് സപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. Patient satisfaction is one of the importance for any hospital. This segment records data like inquiries, complaints, requests, and feedback from patients. It also ensures that they handle these requests and problems appropriately and at the earliest. You can make automatic the feedback collection process, automatic to reduce the staff job load, and everyone could fill out the feedback form. Okay, അതായത് ഇതിനകത്ത് എന്താണ് പറയുന്നത്, ഏതൊരു ആശുപത്രിക്കും പേഷ്യന്റ് സംതൃപ്തി പ്രധാനമാണ് അല്ലെ. ഏതൊരു ഹോസ്പിറ്റലിനായാലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. രോഗികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ, പരാതികൾ, അഭ്യർത്ഥനകൾ, ഫീഡ്ബാക്ക് എന്നിവ പോലുള്ള ഡാറ്റ ഈ സെഗ്മെന്റ് HMS രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ഈ റിക്വസ്റ്റും പ്രോബ്ലംസും എത്രയും വേഗം കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. പേഷ്യന്റ് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റം വഴി കംപ്ലൈന്റ് കൊടുക്കാം, അതുപോലെ എന്താ പറയാ റിക്വസ്റ്റ് കൊടുക്കാം, ഫീഡ്ബാക്ക് ഇടാം. ഇങ്ങനെ പേഷ്യന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രയും വേഗം അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ HMS ചെയ്യുന്നുണ്ട്. ജീവനക്കാരുടെ ജോലി ഭാരം ഇത് കുറയ്ക്കുന്നു.
ജോലി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് ജീവനക്കാരെ എന്താ പറയാ സഹായിക്കുന്നു. കൂടാതെ എല്ലാവർക്കും ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യാനുള്ള സംവിധാനവും ഈ ഒരു സിസ്റ്റം കൊടുക്കുന്നുണ്ട്. നമുക്ക് ചില ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയാ ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ പറയാം അല്ലെ, അതിനകത്ത് ഫില്ല് ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പോ HMS ഉപയോഗിച്ചിട്ടാണ് ഈ പലവിധ കാര്യങ്ങളും ഇത് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വീണ്ടും അതിന്? ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഈ HMSന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ആദ്യം തന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. അപ്പോ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. 59% of millennials are willing to switch doctors for better online access, and HMS will enhance communication between patients and hospitals by allowing patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. You will have enhanced patient engagement, a reduction in waiting times, and improved patient satisfaction. ഇവിടെ എന്താ പറയുന്നേ, അതായത് ദശലക്ഷക്കണക്കിന് ആളുകളില് 59% ആളുകളും ഓൺലൈൻ ആക്സസ് വഴിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആണ്. പേഷ്യൻസിന് എളുപ്പത്തില് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റിമൈൻഡറുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഡോക്ടറുമായിട്ടും നഴ്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പേഷ്യന്റ് എൻഗേജ്മെന്റ് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ പേഷ്യന്റ് കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ പേഷ്യന്റ് സംതൃപ്തി കൂടുന്നു. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ബെനിഫിറ്റ്സ് ആണ് ഈ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? എളുപ്പത്തിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടറും നഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പിന്നെ അതുപോലെ തന്നെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് ആണ് ഇത് മൂലം ഉണ്ടാകുന്നത്. രണ്ടാമത്തത് secured hospital data. And HMS helps you maintain hospital data safe and secure. You can control and provide access to authorized personnel only. Make sure to look at the HIPAA complaint software. അതായത് HMS എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഷ്യന്റ് ഡാറ്റ ഉണ്ടല്ലോ, പേഷ്യന്റ് ഡേറ്റയിൽസ് വെച്ചിട്ടുള്ള ഡാറ്റ സുരക്ഷിതമായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സേഫ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോ ഈ സേഫ് ആക്കി വെക്കുന്നത് ഒരു നിയമത്തിന്റെ അണ്ടറിലാണ് വരിക. HIPAA എന്നാണ് ആ നിയമത്തിന്റെ പേര് കേട്ടോ. HIPAA ഒന്ന് ഫുൾ ഫോം ആയിട്ട് എടുക്കുക. അതിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി and Accountability Act. Health Insurance Portability and Accountability Act. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇതൊരു നിയമമാണ്. ഈ നിയമത്തിൽ പറയുന്നത് അതായത് വ്യക്തികളുടെ മെഡിക്കൽ റെക്കോർഡുകളും മറ്റു വ്യക്തിഗത ആരോഗ്യ വിവരങ്ങളും PHI പരിരക്ഷിക്കുന്നു. അതായത് ഒരു ഹോസ്പിറ്റലില് വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നത് ഈ ഒരു നിയമത്തിന് കീഴിലാണ്.
അതിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ അണ്ടറിൽ അവര് ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും. അപ്പോ ഹിപ്പ എന്ന് പറയുന്ന പ്രത്യേക ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ രോഗിയുടെ സമ്മതമില്ലാതെ രോഗിയുടെ ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് നിശ്ചയിക്കുന്നു. രോഗികൾ ഒക്കെ അവരുടെ രേഖകൾ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് അഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ പറഞ്ഞു അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നതിലൂടെ, ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നതിലൂടെ ഈസി ആയിട്ട് പേഷ്യന്റ് അവരുടെ റെക്കോർഡ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അപ്പോ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ലോ ആണ് ഹിപ്പ ലോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിന്റെ അണ്ടറിലാണ് ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റ് ഡീറ്റെയിൽസ് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, then അടുത്തത് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. You can have easy entrance to all patient related data on system using an HMS. You can also approach data such as patient history, doctors engaged, test result, billing details and much more with just few clicks. അതുപോലെ തന്നെ പേഷ്യന്റ് ഡാറ്റയിലേക്ക് ഞാൻ പറഞ്ഞു നേരിട്ട് തന്നെ എന്താ പറയാ ആക്സസ് ചെയ്യാനായിട്ട് പേഷ്യന്റ് കഴിയും. അതുപോലെ തന്നെ പേഷ്യന്റ് ഹിസ്റ്ററി, ഡോക്ടർമാർ സ്ത്രീ ആണോ, അതുപോലെ ടെസ്റ്റ് റിസൾട്ടിന്റെ കാര്യങ്ങള്, ബില്ലിംഗ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് ഏതാനും ക്ലിക്കുകളിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഒരൊറ്റ ക്ലിക്ക് കൊടുത്താൽ മതി, ഇത്തരം വിവരങ്ങൾ HMS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് റെഡ്യൂസ്ഡ് ടേൺ അറൌണ്ട് ടൈം. Streamline your hospital workflow by automating routine jobs like appointment or stock management. This decreases time and effort required to perform these jobs, the turnaround time. It also hospital staff to focus on more critical patient care areas. അതായത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ അപ്പോയിന്റ്മെന്റുകള്, സ്റ്റോക്ക് മാനേജ്മെന്റ് പോലുള്ളവ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൂടെ ടൈം റെഡ്യൂസ് ചെയ്യുന്നു, എഫേർട്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ എഫേർട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ടൈം ലാഭിക്കുന്നതിലൂടെ ഹോസ്പിറ്റൽ സ്റ്റാഫിന് ക്രിട്ടിക്കൽ പേഷ്യൻസിന് കൂടുതൽ കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിസ്റ്റം ചെയ്യുന്നത് അല്ലെ. അപ്പൊ സ്റ്റാഫുകൾക്ക് ഇതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന് കൂടുതൽ കെയർ കൊടുക്കാനും സമയം കിട്ടും. അതാണ് അവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് തുടങ്ങി 9th പോയിന്റ് വരെ ഒന്ന് വായിക്കാം. ഓക്കെ, റീഡ് ചെയ്യാം മൈൻഡില്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചതിട്ട് ഞാൻ പറഞ്ഞു തരാം. തമ്പ് ചെയ്താൽ മതി കേട്ടോ. തമ്പ് ചെയ്യാം വായിച്ചു കഴിഞ്ഞവര്. ഓക്കെ,
എന്താണെന്ന് നോക്കാം നമുക്ക്. കോസ്റ്റ് എഫക്റ്റീവ്നെസ്. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing administrative overheads, enhancing resource allocation, and reducing the wastage of medical supplies. An HMS can also maximize revenue streams by making sure timely billing and reducing claim denials. അതായത് HMS എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിന്റെ കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള ചെലവുകള് HMS കുറയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാല് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലില് ഡയറക്റ്റ് അല്ലാതെ വരുന്ന ധാരാളം ചെലവുകളുണ്ട്. അതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പൊ ചെലവുകൾ ചുരുക്കുന്നുണ്ട് HMS. എങ്ങനെയാണ്? അതായത് ഈ ഒരു സിസ്റ്റം വഴി ധാരാളം കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ആരുടെയും സഹായം ആവശ്യമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചെലവുകൾ ചുരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സപ്ലൈസ് അനാവശ്യമായിട്ട് ചെലവാക്കുന്നതും ഇത് ചുരുക്കുന്നു. കാരണം ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മെഡിക്കൽ സപ്ലൈസിന്റെ ആവശ്യങ്ങൾ വരുന്നില്ല, അധികം ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന്റെ ചെലവ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ റവന്യൂ കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈമില് ബില്ലിങ് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ അനാവശ്യമായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളും ഒക്കെ ചുരുക്കാനായിട്ട് ഇതിലൂടെ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി generated reports. An HMS can give valuable insights regarding operation by generating real-time reports on various metrics such as patient flow, occupancy rates, and income generation. This helps you to make data-driven decisions, improve processes, and optimize the resources. അതുപോലെ തന്നെ HMS എന്ത് ചെയ്യുന്നുണ്ട്? ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പേഷ്യന്റ് ഫ്ലോ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒക്യുപ്പൻസി റേറ്റ് കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻകം, അതായത് ബില്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ HMS ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് റിപ്പീറ്റേഷൻ ആയിട്ട് വരികയാണ് ഇതൊക്കെ കേട്ടോ. ഏഴാമത്തേത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. An HMS helps to build a centralized platform for managing activities, allowing hospital to streamline their administrative process. It ensures consistency beyond departments. This can enhance efficiency, minimize errors, and better overall care. അതായത് ഹോസ്പിറ്റലിനെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? HMS ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവരുടെ പ്രവർത്തനം, സ്റ്റാഫുകളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? HMS പ്രവർത്തിക്കുന്നു. ഓക്കെ. Then reduced medical errors. An HMS can help reduce medical errors by providing doctors and nurses with the updated patient information. It reduces the risk of misdiagnosis, incorrect treatment, or adverse drug reaction. അതായത് രോഗികളുടെ വിവരങ്ങള് അപ്ഡേറ്റ് ചെയ്ത് ഡോക്ടറിന് കൊടുക്കുന്നു. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഡോക്ടറിന് കൊടുക്കുന്നതിലൂടെ ചില റിസ്കുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. തെറ്റായിട്ടുള്ള രോഗനിർണയം ഒഴിവാക്കാനായിട്ട് പറ്റും. അതിനെയാണ് മിസ്ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തെറ്റായിട്ടുള്ള ചികിത്സ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻ കുറക്കാനായിട്ടും സാധിക്കും. രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഡോക്ടർക്ക് എന്തറിയാനായിട്ട് സാധിക്കും? കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ തെറ്റായിട്ടുള്ള ചികിത്സയും മരുന്നുകളും ഒന്നും എന്ത് ചെയ്യില്ല, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഓക്കെ. Then reduced readmission and rehospitalization rates. An HMS can also decrease readmission and rehospitalization rate by ensuring timely follow-up. This increases patient outcomes and minimizes complication risk. അതായത് HMS എന്ത് ചെയ്യുന്നുണ്ട്? റീ അഡ്മിഷൻ കുറയ്ക്കുന്നുണ്ട്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി പോയാൽ
വീണ്ടും അഡ്മിറ്റ് ആവാനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നാല് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള സാധ്യതയും ഇത് കുറയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കുറയ്ക്കുന്നത്? ടൈംലി ഫോളോ അപ്പ് കൊടുത്തിട്ട്, അതായത് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിലൂടെ ചില കാര്യങ്ങള് പേഷ്യന്റിനെ പറഞ്ഞ് ധരിപ്പിക്കുകയും പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സയും കൊടുക്കുകയാണെങ്കിൽ പേഷ്യന്റ് വീണ്ടും ഹോസ്പിറ്റലിൽ വരികയോ അഡ്മിറ്റ് ആവേണ്ട കാര്യം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ മിനിമൈസ് ചെയ്യാനായിട്ട്, റിസ്ക് കുറയ്ക്കാനായിട്ടൊക്കെ ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ല. എല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. അതിനുശേഷം ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക്. ഒരു 11:35 ആവുമ്പോ ഞാൻ വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക് കേട്ടോ.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തൊരു വിഭാഗത്തിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം. പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് പേഷ്യന്റ് പോർട്ടൽ ആണ്. എല്ലാവരും പേഷ്യന്റ് പോർട്ടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. The patient portal is an unavoidable feature of the health information system. It's a program like the electronic health record. But what makes it different is that these patients can have secure online entry to their medical records, arranging doctor appointments, passing information with the doctor, checking medical bills, and processing payment online. All they require is smart equipment to avail themselves of the maximum benefits of the feature. Instead of following the age-old process of arranging a doctor's appointment, they may just log into their account in the patient portal, have an understanding of the availability of their doctors, and make an appointment according to their convenience and the doctor's availability. After arranging the appointments, they can verify the bill and make the payment or set the details for future payments. The popularity of the patient portal is growing day by day since it enhances accessibility for patients and keeps transparency between the patients and their treatment process. Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable ones. Okay. അപ്പൊ പേഷ്യന്റ് പോർട്ടൽ, അതായത് ഹോസ്പിറ്റലിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാകും. അതിനകത്ത് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഇത് ഉണ്ടാവും. അതിലൂടെയാണ് എന്ത് ചെയ്യുക, രോഗികള് ലോഗിൻ ചെയ്യുക. അപ്പൊ പേഷ്യന്റ് പോർട്ടലിലൂടെ രോഗി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാല് രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് സുരക്ഷിതമായി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യന്റ് പോർട്ടൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് അവിടെ കാണാവുന്നതാണ്. ദെൻ അതിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാം. ഏത് ഡോക്ടേഴ്സിനെയാണോ നമുക്ക് കാണേണ്ടത് അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം. മെഡിക്കൽ ബിൽസ്, നമ്മുടെ മെഡിക്കൽ ബില്ലുകളൊക്കെ ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാം. പേയ്മെന്റ് ഓൺലൈൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് പേഷ്യന്റ് പോർട്ടലിലൂടെ നടത്താവുന്നതാണ്. ഡോക്ടർമാരുടെ അവൈലബിലിറ്റി നോക്കി നമുക്ക് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സൗകര്യവും നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന ദിവസം ഡോക്ടറെ കാണാനായിട്ട് സൗകര്യമില്ല എങ്കിൽ നമ്മുടെ സൗകര്യം കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അതുപോലെ തന്നെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് ദിവസേന അല്ലെങ്കിൽ ക്രമേണ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണിത്. അതായത് വളരെയധികം വിപ്ലവം സൃഷ്ടിക്കുന്ന ഒന്നാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുവാണെങ്കിൽ, വീട്ടിലിരുന്നുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുവാണെങ്കിൽ പേഷ്യന്റ് പോർട്ടലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അതിലൂടെ നമുക്ക് ഡോക്ടറെ കാണാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും ഡോക്ടറുടെ വിവരങ്ങള് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മെഡിക്കൽ ബില്ലിംഗ് പറഞ്ഞോട്ടെ. Medical billing. Online medical billing feature controls all the billing work in less amount of time than usual. Gone are the days when hospitals spend a major amount of time controlling all the appointments and billings. Now with the medical billing feature, patients billing, insurance details, patient tracking and payment process, everything can be managed with the capability. You can even concept a notification alert if this is any delay or other issue in payment, so that you can take action according to the norms. അതായത്
ഈ മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചറാണ് HMSന്റെ. ബില്ലിംഗ് ജോലികള് കൂടുതൽ സ്പീഡിൽ ചെയ്യാനായിട്ട് ഇതുമൂലം സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബില്ലിംഗ്, പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യുക, പേഷ്യന്റ് ട്രാക്കിംഗ്, പേയ്മെന്റ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഇതിലൂടെ പറ്റുന്നതാണ്. പേയ്മെന്റിന് കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ ഒരു ഇതിലൂടെ പേ ചെയ്തു, പേയ്മെന്റ് നടത്തി, അതിന് കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു അലർട്ട് വരുന്നതാണ്. ഇന്നത് കൊണ്ടാണ് ഡിലേ ആയിട്ടുള്ളത്, അതിനുള്ള വിശദീകരണവും അവർ നൽകുന്നതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ ബില്ലിംഗിൽ വരുന്നത് കേട്ടോ. പ്രധാനമായും ബില്ലിംഗ് ജോലികൾ സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ബില്ലിങ്ങുകൾ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യന്റ് ട്രാക്കിംഗ്, പേയ്മെന്റ് എല്ലാം തന്നെ ഇതിലൂടെ നടത്താനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആണ്. Just as the patient portal, with the patient scheduling, patients can arrange their own appointments by merely logging into their respective accounts. This way, they neither should wait in line in front of the doctor's chamber or clinic, nor require to call the clinic repeatedly to have an appointment. All the facilities will be available 24/7 with just a tap away. They can even go with their convenience with the availability of the doctor and make appointments accordingly. This feature is beneficial to the care providers too. They can allow their staff test rooms and especially apparatus if required. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ രോഗിയുടെ പോർട്ടൽ പോലെ രോഗിയുടെ ഷെഡ്യൂളിംഗ് ഉപയോഗിച്ച്, അതായത് നമ്മൾ വെബ്സൈറ്റ് തുറന്നാലായിട്ട് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? രോഗികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് കേട്ടോ. അത് ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പേഷ്യന്റ് ഡീറ്റെയിൽസിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ സ്വന്തം അപ്പോയിന്റ്മെന്റുകൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇതുവഴി അവർ ഡോക്ടറുടെ ചേംബറിന് മുന്നിലോ ക്ലിനിക്കിന് മുന്നിലോ വരിയിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിനിക്കിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വിളിക്കേണ്ട ആവശ്യവും വരുന്നില്ല. 24/7, അതായത് ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും ഈ പ്രവർത്തനം പേഷ്യന്റ് ഷെഡ്യൂളിംഗ് അവൈലബിൾ ആണ്. അപ്പോയിന്റ്മെന്റുകൾ നമുക്ക് സൗകര്യങ്ങൾക്കനുസരിച്ച് കിട്ടും. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാകും, എന്നിട്ട് പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെയാണ് പേഷ്യന്റ് ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്തത് ഈ പ്രിസ്ക്രൈബിംഗ് ആണ്. ഈ പ്രിസ്ക്രൈബിംഗ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് ഇമ്പോർട്ടന്റ് എന്ന് അവിടെ ഒന്ന് എഴുതി വെക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് ഈ പ്രിസ്ക്രൈബിംഗ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, അത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ ആ ഒരു സെൻസോട് കൂടി കാണുക. എന്താണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് നമുക്ക് നോക്കാം. ഈ പ്രിസ്ക്രൈബിംഗ്, this software in health information system accelerates the complete prescription process normally done by the staff members of the medical practitioner's office. They are able to send and fill the prescription of every patient to the pharmacies online. Also, they can trace the entire process and take any action if required. This way, the whole process becomes quick, safe, and free of error. അതായത് ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സും ഈ പ്രിസ്ക്രൈബിംഗിലൂടെയാണ് നടക്കുന്നത്. നമ്മൾക്കറിയാം ഓൺലൈൻ ആയിട്ട്, അതായത് നമ്മൾ ഒരു ഡോക്ടറിന്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടർ നമ്മളെ പരിശോധിക്കും. അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ അവിടെയുള്ള ജൂനിയർ ഡോക്ടേഴ്സിന് ഡോക്ടർ എന്ത് ചെയ്യും? നമ്മുടെ മെഡിക്കൽ വിവരങ്ങള്, നമ്മൾക്ക് വേണ്ട മരുന്നുകളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും. അവരത് എന്ത് ചെയ്യും? അവരുടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ടൈപ്പ് ചെയ്യും. ദെൻ അത് ഓൺലൈനായി, അതായത് ആ ഇൻഫോർമേഷൻസ് ഓൺലൈനായിട്ട് ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യും. ഇതിനെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഡോക്ടറുടെ റൂമില് സ്റ്റാഫ് ആയിരിക്കാം അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കാം, അവരെന്ത് ചെയ്യും? ഇരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും. ഡോക്ടർ പറഞ്ഞു കൊടുക്കും, അവർ സ്പീഡിൽ ടൈപ്പ് ചെയ്യും. ഇതിന് ഈ വിവരങ്ങൾ എങ്ങോട്ടാ പോവാ? ഫാർമസിയിലേക്കാ പോവാ. അപ്പൊ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ?
ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രിസ്ക്രൈബിംഗ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക, എങ്ങനെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് പാസ് ചെയ്യുന്നതാണ്. ഡോക്ടേഴ്സിന്റെ റൂമിൽ നിന്ന് ഫാർമസിയിലേക്ക് വിവരങ്ങൾ പാസ് ചെയ്യും. ഓക്കെ, അടുത്തത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. This is another aspiring feature of health information system which enables access to patients' details easily. Health care providers എന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. ഹെൽപ്പ് എന്നാ കൊടുത്തിരിക്കുന്നത്, അല്ലല്ല ഹെൽപ്പ് തന്നെയാണ്. ഹെൽപ്പ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹെൽപ്പ് കെയർ പ്രൊവൈഡേഴ്സ് ഡെലിവർ ഗുഡ് ഹെൽത്ത് കെയർ ടു ദ പേഷ്യൻസ് and mitigate severe condition expenses. Remote patient monitoring (RPM) is really useful for patients who are experiencing chronic health issues. Doctors use the information gathered through RPM for monitoring patients' health status. Also, with these details, they can predict or end the situation that would or else require serious medical intervention other than chronic health care. RPM is useful for other cases too, such as care for senior citizens, care after discharging patient, treatment for behavioral health and substance abuse, etc. Okay, അതായത് രോഗികളുടെ ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് ചുരുക്കി പറയാം, അതിനുശേഷം ഇതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതിനകത്തുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അതായത് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് നല്ല ഹെൽത്ത് കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. ചെലവുകള് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് മിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കുറേയധികം ചെലവുകൾ കുറയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന രോഗികൾക്കാണ് നമ്മൾ RPM യൂസ് ചെയ്യുന്നത്. ഇതുവഴി പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ വിട്ടുമാറാത്ത അസുഖങ്ങൾ അനുഭവിക്കുന്ന രോഗികള്, സീനിയർ സിറ്റിസൺസ്, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന പേഷ്യൻസ്, ഇവരിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, RPM യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നമുക്ക് നോക്കാം. അതായത് പേഷ്യൻസിനെ നമുക്ക് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ആയിരിക്കണം എന്നില്ല, അവർ ചിലപ്പോൾ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. സോ അകലെ ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്നുകിൽ ഇത് പല ഡിവൈസസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു പ്രവർത്തനമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി നമ്മൾ പല ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഹാർട്ട് റേറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ദുരുപയോഗം, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസുകള് രോഗിക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ സെൽഫ് ആക്സസ് ചെയ്യാം. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് അവര് തന്നെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ അവരിപ്പോ ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കുകയാണ്, അവർ ഷുഗർ നോക്കുന്നു, ഷുഗർ ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യാവുന്നതാണ്. സെൽഫ് ആക്സസ്, അതായത് രോഗിക്ക് എന്ത് ചെയ്യാം, സ്വയം ഇത് പരിശോധിച്ചിട്ട് അടിയന്തര സാഹചര്യമാണെങ്കിൽ അവർക്ക് നേരിട്ട് ഡോക്ടറെ ചെന്ന് ഹോസ്പിറ്റലിൽ കാണാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു കുറെ ഡിവൈസസുകൾ ഉണ്ട് അല്ലെ, ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, പൾസ് ഓക്സിമീറ്റർ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യും. ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇവരുടെ മോണിറ്ററിംഗ് നടത്താവുന്നതാണ്. ഈ കാര്യങ്ങൾ അതായത് ഒരു പ്രത്യേകതരം ഇതുണ്ട് ഇതിന്, അതായത് പല ഡിവൈസസുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ഡോക്ടർക്ക്, ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്നൊക്കെ പല കാര്യങ്ങൾ ചെയ്യാറില്ലേ, പലതും ചെക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും ഇത് എത്രയാണ് ലെവൽ, ഇത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അപ്പൊ എന്താണ് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് നോക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ ഒരു ബോക്സ് ഉണ്ട്, അതായത് പല ഡിവൈസുകൾ അടങ്ങിയ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിന്റെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡോക്ടർക്ക് അവിടെ ഇരുന്ന് ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ട് തരത്തിലാണ്
റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നത്? ഒന്ന് സെൽഫ് ആക്സസ് ചെയ്യാം, രണ്ടാമത്തത് ഡാറ്റാബേസുമായിട്ട് ഈ ഡിവൈസസിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സെൽഫ് ആക്സസ് എന്ന് ഞാൻ പറഞ്ഞു, കൊറോണയുടെ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, കൊറോണയുടെ ടൈമിൽ നമ്മൾ ഐസോലേറ്റഡ് ആണല്ലോ, അതായത് നമ്മൾ ഏകാന്തവാസമാണ് അനുഭവിക്കുന്നത് അല്ലെ, ആരും തന്നെയില്ല, നമ്മൾ മാത്രമാണ്. അപ്പോ പ്രായമായിട്ട് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന്, ആസ്മാറ്റിക് പേഷ്യൻസിന്, അവർക്കൊക്കെ ഗ്ലൂക്കോമീറ്റർ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ആശാ വർക്കർ വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലോ. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? കൊറോണ വന്നപ്പോ ഗ്ലൂക്കോമീറ്ററിലുണ്ടോ? പൾസ് ഓക്സിമീറ്റർ കിട്ടിയിട്ടുണ്ടോ? പൾസ് ഓക്സിമീറ്റർ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ചിലവർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ കിട്ടിയിട്ടില്ല. പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഡിവൈസ് ആണത്. അതായത് നമ്മുടെ ഓക്സിജന്റെ ലെവല് പരിശോധിക്കുന്നതാണ്. കൊറോണയുടെ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും, നമുക്കിപ്പോ അമിതമായിട്ട് ശ്വാസം മുട്ട് വരികയോ നമുക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലോ, കൊറോണയുടെ സമയം, കൊറോണ നമുക്ക് ഉണ്ടെങ്കിൽ, വൈറസ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയും. ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് കേട്ടോ, നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്കല്ല, ഇങ്ങനെയുള്ള രോഗികൾക്ക്. അപ്പോ അവരുടെ ഓക്സിജൻ ലെവൽ എപ്പോഴും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 90ൽ താഴെയാണെങ്കിൽ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു, പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഡെയിലി എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു സമയമുണ്ട്, പിൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഓക്സിജൻ ലെവൽ എത്രയാണെന്ന്. അപ്പൊ നമുക്ക് തന്നെ ആ സമയത്ത് ഡോക്ടറിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഹെൽത്തിലെ വർക്കേഴ്സിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ തന്നെ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തും. അങ്ങനെ ധാരാളം പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്, ഉപകരണമാണ്. എന്ത്? പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ രോഗി എന്താ ചെയ്യുക? സെൽഫ് ആക്സസ് ആണ് ചെയ്യുന്നത്, അത് സ്വയമേ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വേ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഡിവൈസുകളുടെ ഒരു കൂട്ടമുണ്ട്. ഇത് ഹോസ്പിറ്റലിന്റെ ഡാറ്റാബേസുമായിട്ട് കമ്പ്യൂട്ടർ വഴി കണക്ട് ചെയ്യുന്നു. ദെൻ അത് അവിടെ ഇരുന്നുകൊണ്ട്, ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഡോക്ടർക്ക് അത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. തുടർന്ന് ഡോക്ടർ അവർക്ക് അഡ്വൈസസ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കേട്ടോ. അടുത്തത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണ്. Master Patient Index has gathered popularity across many hospitals and large organizations of medical practices. With this technology, one requires to feed the patient's information once. After that, it gets connected to numerous databases, and therefore, this data can be useful in future for other lab tests and clinical departments. Finding the data manually every time is not needed then. The ease of access to patients' details is the most important benefit of using the Master Patient Index. Also, it is totally automated, minimizes the possibility of errors, and improves the safety of the information. അതായത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്താണ് സംഭവം എന്ന്. ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന് ഡോക്ടർ മാത്രമല്ല വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക, ലബോറട്ടറി, റേഡിയോളജി എന്നിങ്ങനെ പല ഏരിയകളിലേക്കും ആ പേഷ്യന്റിന് പോവേണ്ടതായിട്ടുണ്ട്. പേഷ്യന്റ് വരുമ്പോൾ ആദ്യം അദ്ദേഹം രജിസ്ട്രേഷനിലാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു UHID കിട്ടുന്നുണ്ട്. ഡോക്ടറെ കണ്ടതിന് ശേഷം അദ്ദേഹം പറയാണ്, ഡോക്ടറെ പറയാണ്, നിങ്ങൾ ഇതിന് ശേഷം ലബോറട്ടറിയിലേക്കും റേഡിയോളജിയിലേക്കും പോകേണ്ടതുണ്ടെന്ന് പറയാണ്. അദ്ദേഹം, രോഗി അതിനനുസരിച്ച് അവിടേക്ക് ചെല്ലുന്നു. അദ്ദേഹം വീണ്ടും അവിടെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. രജിസ്റ്റർ ചെയ്യണോ? അവിടെ ചെന്നിട്ട് ലബോറട്ടറിയിൽ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യണോ? റേഡിയോളജിയിൽ രജിസ്റ്റർ ചെയ്യണോ? UHID കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? രോഗിയുടെ UHIDയുടെ പ്രത്യേകത എന്താണ്? അതായത് ആ ഹോസ്പിറ്റലിനുള്ളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താ പറയാ, ഡാറ്റാബേസുമായിട്ട് രോഗിയുടെ വിവരങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട? ലബോറട്ടറി ചെയ്യുമ്പോൾ ഒന്നും കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. റേഡിയോളജി പോകുമ്പോൾ ഒന്നും കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. UHID എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യപ്പെടും. അതിലൂടെ
ലബോറട്ടറിയിലുള്ള വ്യക്തികൾക്ക് ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അഥവാ UHID നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, UHID നഷ്ടപ്പെട്ടു, മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. രോഗിക്ക് രണ്ടും ഓർമ്മയില്ല, UHIDയും ഓർമ്മയില്ല, മൊബൈൽ നമ്പറും ഓർമ്മയില്ല. എന്താ ചെയ്യാം? എന്താണോ പുതിയൊരു ഓപ്ഷൻ പറഞ്ഞു നിങ്ങള്? പുതിയൊരു ഓപ്ഷൻ എന്തായിരിക്കും? പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണോ അദ്ദേഹം? UHID മറന്നുപോയി, മൊബൈൽ നമ്പർ നമ്മൾ എങ്ങനെയാ ചെയ്യാ? നമ്മുടെ സാധാരണ നമ്മുടെ ID മറന്നു പോയാലും മൊബൈൽ നമ്പർ കൊടുക്കും അല്ലെ? മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അത് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് വീണ്ടെടുക്കും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ടുമില്ല വ്യക്തിക്ക്. അപ്പൊ എന്താ ചെയ്യാ? എന്തിന്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡ് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും? അങ്ങനെ എടുക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അറിയില്ല. അതായത് മൊബൈൽ നമ്പർ, അതായത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഓട്ടോമാറ്റിക്കലി റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ID കൊണ്ടുപോകണം എന്നില്ല, മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താലാണ് നമ്മുടെ ഫയൽ അവരെടുത്തു തരിക അല്ലെ? ഇനി മൊബൈൽ നമ്പറും ഇല്ലാത്ത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും? പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ഒരുങ്ങുമ്പോൾ പുതിയ നമ്മള് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സിസ്റ്റം അതിനെ പ്രിവെന്റ് ചെയ്യും. അതായത് നമ്മുടെ പേര്, ഇപ്പൊ എന്റെ പേര് അശ്വതി എന്നാണ്, എന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ സിസ്റ്റം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിവെന്റ് ചെയ്യും. കാരണം എന്താ? ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നേരത്തെ തന്നെ ഒരു റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ആ റെക്കോർഡിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ സിസ്റ്റം അതിനെ പ്രിവെന്റ് ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കും കേട്ടോ. ഒരാളുടെ ID അല്ലെങ്കിൽ ഒരാളുടെ തന്നെ വിവരങ്ങള് വീണ്ടും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ HMS എന്ത് ചെയ്യുന്നതാണ്? അതിനെ പ്രിവെന്റ് ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് HMS ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇതിനെയാണ് നമ്മൾ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു തവണ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി, അതിന്റെ വിവരങ്ങള് എന്തിലുണ്ടാവും? HMS-ൽ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇവിടെ ഇതിനൊരു കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. റാപ്പിംഗ് ഇറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഒന്നും അല്ല. റാപ്പിംഗ് ഇറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പൊതിഞ്ഞു പറയുക എന്നൊരു അർത്ഥത്തിലാണ് വരുന്നത്. അത് ആ ഒരു പാരാഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസിന്റെ ആദ്യമായിട്ട് വരേണ്ടതാണ്. വെറുതെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് പറ്റിയാണ്ട് അതൊന്ന് വെട്ടിക്കളയാ. റാപ്പിംഗ് ഇറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഹെഡിങ് അല്ല. ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു സിസ്റ്റം ആണെന്ത്? HMS എന്ന് പറയുന്നത്. Health information system will go on bring chances to healthcare services with the assistance of powerful systems in hospitals and medical procedures. Not only will the efficiency of the professionals be increased, but also their work will become easier and more organized. As a result, they focus on giving better care to the patients and improving patient engagement and contentment. In short, HES offers a win-win situation for both the patients and the healthcare providers when it comes of refining care delivery services. ഇതിന്റെ ഗുണങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. HMS ധാരാളം ആളുകൾക്ക് ഉപയോഗപ്രദമാണ്. ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്കായാലും കെയർ പ്രൊവൈഡേഴ്സിനായാലും അതുപോലെ തന്നെ പേഷ്യൻസിനായാലും ധാരാളം അധികം മെച്ച നേട്ടങ്ങള് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. പ്രൊഫഷണൽസിന് ഈസി ആയിട്ട് രോഗികളുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇത് കൊണ്ടുവരാനും കൂടി സാധിക്കുമെന്നാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പ്രിസ്ക്രൈബിംഗ് പറഞ്ഞു, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് പറഞ്ഞു, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് പറഞ്ഞു. 3 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഒന്നുകൂടിയോ? ഏതാണ് ഒന്നുകൂടി പറയണ്ടേ?
ഏതാണ് ഒന്നുകൂടി പറയേണ്ടത്? കമന്റ് ചെയ്തേ. ഈ പ്രിസ്ക്രൈബിങ് എന്താണ്? ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ റൂമിൽ ഇരുന്നുകൊണ്ട്, ഫസ്റ്റ് വണ്ണോ, ഡോക്ടേഴ്സിന്റെ റൂമിൽ ഇരുന്നുകൊണ്ട് അവിടെ ഡോക്ടേഴ്സിനെ സഹായിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഡോക്ടേഴ്സിന്റെ മരുന്ന് കുറിപ്പുകൾ, അഡ്വൈസുകളൊക്കെ ഫാർമസിയിലോട്ട് അയക്കാം. ആ ഒരു സംവിധാനത്തെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ കുറെ ഉണ്ട് ഇതിനകത്ത്, പക്ഷെ നമ്മളൊന്ന് ചുരുക്കി മാത്രം പഠിച്ചാൽ മതി. വാരി വലിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു 5 മിനിറ്റ് എടുത്ത് ഒന്ന് വായിക്കാം, നന്നായിട്ട് വായിക്കാം. വായിച്ചതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യാം.
ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്താണെന്ന്. Electronic health record EHR is the systemized body of patients and population electronically recorded health information in a digital format. These records can be shared across different healthcare settings. Records are shared through network connected enterprise wide information system or other information networks and exchanges. EHRs may consist of range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test results, radiology images, vital signs, personal statistics such as age and weight, and billing information. EHR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ്. നമ്മുടെ സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പേഷ്യന്റ് ഡീറ്റെയിൽസ് എല്ലാവരും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെയാണ് EHR എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ഫോർമാറ്റിൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് EHR. എന്ത് ഫോർമാറ്റിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഡിജിറ്റൽ ഫോർമാറ്റില് രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. കേട്ടോ, അതാണ് EHR. ഡിജിറ്റൽ ഫോർമാറ്റിൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ദെൻ ഇത് ഹോസ്പിറ്റൽസിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു ഗുണം എന്താണ്? നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടുവന്നിട്ടുള്ള പേപ്പർ റെക്കോർഡ് അല്ല, അല്ലെ, ഫയൽ അല്ല, മറിച്ച് ഇത് കമ്പ്യൂട്ടറിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് ഹോസ്പിറ്റലിന്റെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? നെറ്റ്വർക്കിലൂടെ വിവരങ്ങൾ പാസ് ചെയ്യാം. ഓർഗനൈസേഷന്റെ ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് HMS-ലൂടെ ഇത് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റ് നെറ്റ്വർക്കുകളിലൂടെയും ഇത് പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് EHR എന്ത് ചെയ്യാം? ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. ഫാർമസിയിലേക്ക് പാസ് ചെയ്യാം. അങ്ങനെ പലതരത്തിൽ എന്തുണ്ട്? പലതരം മെത്തേഡുകളിലൂടെ ഇത് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. EHR-ല് പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ അലർജീസ്, അവരുടെ അലർജിയുടെ വിവരങ്ങള്, അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലബോറട്ടറി റിസൾട്ടുകള്, റേഡിയോളജി ഇമേജുകള്, പ്രധാനപ്പെട്ട വൈറ്റൽസ്, അതുപോലെ തന്നെ അവരുടെ ഏജ് ആൻഡ് വെയിറ്റ്, ബില്ലിംഗ് ഇൻഫോർമേഷൻ എന്നിവ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. EHR may consist of range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test result, radiology images, vital signs, age and weight, billing information. അത്രയും അണ്ടർലൈൻ ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പാരാഗ്രാഫ് എന്താണ് പറയുന്നത് നോക്കാം കേട്ടോ. ക്ലിയർ ആയോ? EHR ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? മനസ്സിലായോ EHR? Then for several decades, electronic health records EHRs have been evaluated as key to enhancing quality care. Electronic health records are used for other reasons than charting for patients. Today, providers are using data from patients' records to enhance quality outcomes by means of their care management programs. EHR combines all patients' demographics into a large pool and uses this information to help with the creation of new treatments or innovation in healthcare delivery, which overall improves the goals in healthcare. Comparing multiple types of clinical data from the system, health records has aided clinicians recognize and stratify chronically ill patients. EHR can improve quality care by using the data and analytics to avoid hospitalization among high risk patients. അതായത് ഇത് പറയുന്നത് കുറെ കാലങ്ങളായി EHR എന്ന് പറയുന്നത് ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു താക്കോലായിട്ട് പ്രവർത്തിക്കുന്നു, ഒരു കീ ഫാക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് കുറെ കാലങ്ങളായിട്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം EHR-ലൂടെ നൽകപ്പെടുന്നുണ്ട്.
ചാർട്ടിംഗ് പ്രോസസ് മാത്രമല്ല EHR നടക്കുന്നത്. ഡോക്ടർമാർ EHR വഴിയാണ് രോഗികൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. എന്ത് വഴിയാണ്? EHR കണ്ട് അത് പരിശോധിച്ചിട്ടാണ് രോഗികൾക്ക് എന്ത് കൊടുക്കുക, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. EHR ഒരു വലിയ പൂളിലേക്ക് രോഗികളുടെ വിവരങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യും. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് ഹെൽത്ത് കെയർ ഡെലിവറിയിൽ ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്നതിന് സഹായകമായിട്ടുണ്ട്. ഡാറ്റാസ് കംപ്ലീറ്റ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ ക്രോണിക് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും, അതായത് ഗുരുതര രോഗമുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാനും തരംതിരിക്കാനും ഡോക്ടർമാർക്ക് സാധിച്ചു. EHR കൈകാര്യം ചെയ്യുന്നതിലൂടെ ഗുരുതരമായിട്ടുള്ള പേഷ്യൻസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ സിവിയർ കണ്ടീഷനുള്ള പേഷ്യൻസ് ആരൊക്കെയാണെന്ന് ഡോക്ടർമാർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ തരംതിരിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ദെൻ ഹൈ റിസ്ക് പേഷ്യൻസിന് ആശുപത്രിവാസം ഒഴിവാക്കാനും ഡാറ്റ ഉപയോഗിച്ച് ക്വാളിറ്റി കെയർ മെച്ചപ്പെടുത്താനും കഴിയും. അപ്പൊ ഹൈ റിസ്ക് പേഷ്യന്റിന് എന്ത് പറ്റും? ആശുപത്രിവാസം ഒഴിവാക്കാനായിട്ട് പറ്റും ഇതിലൂടെ. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിറ്റി കെയർ മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ദെൻ മൂന്നാമത്തെ പാരാഗ്രാഫ് നമുക്ക് നോക്കാം. EHR systems are outlined to record and store data correctly and to capture the state of a patient over time. It removes the need to trace down a patient's previous paper medical records and helps in ensuring data is up to date, accurate and readable. It also allows open communication between the patient and the provider while providing privacy and security. It can lessen the risk of data replication since there is only one modifiable file, which means the file is more likely up to data and reduces risk of lost paperwork and is cost efficient because of the digital information being searchable and in a single file. EMRs, electronic medical record, are more effective when taking out medical data for the examination of possible trends and long-term changes in a patient. Population-based studies of medical records may also be made easier by the widespread adoption of EHRs and EMRs. Okay. അതായത് EHR എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് അതല്ലേ, അതായത് രോഗികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ എല്ലാ രോഗികളുടെ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്നു, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ആക്സസ് ചെയ്യുന്നു. EHR ഉള്ളപ്പോൾ പേപ്പർ റെക്കോർഡ്സിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് പേപ്പർ റെക്കോർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡാറ്റ ആക്യുറേറ്റ് ആണ്, റീഡബിൾ ആണ്. EHRന്റെ പ്രത്യേകതകളാണ് ഞാൻ ഈ പറയുന്നത്. EHR ഉള്ളപ്പോൾ പേപ്പർ റെക്കോർഡിന്റെ ആവശ്യം വരുന്നില്ല. ഡാറ്റ ആക്യുറേറ്റ് ആണ്, കൃത്യമാണ്, മാത്രമല്ല റീഡബിൾ ആണ്. പിന്നെ പ്രൈവസിയും സെക്യൂരിറ്റിയും ഇത് നൽകുന്നുണ്ട്. EHRന്റെ പ്രത്യേകതയാണ് കേട്ടോ, പ്രൈവസി സെക്യൂരിറ്റി നൽകുന്നു. പേഷ്യൻസും പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതായത് പേഷ്യന്റും അതുപോലെ തന്നെ ഡോക്ടർമാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിലൂടെ ഇംപ്രൂവ് ആവുന്നു. കോപ്പി ചെയ്യാനുള്ള ചാൻസ് കുറയുന്നു. പേപ്പർ റെക്കോർഡിനെ പോലെ നമ്മൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ രോഗികൾക്കും അവരുടേതായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവും. പേപ്പർ റെക്കോർഡ്സിന്റെ റിസ്കുകൾ ഒഴിവാക്കുന്നു. അതായത് പല റിസ്കുകളും ഉണ്ട്. നമ്മൾ പേപ്പർ റെക്കോർഡിൽ കാര്യങ്ങൾ എഴുതിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ റോങ് മെഡിസിൻ, റോങ് ഡോസേജ് ഒക്കെ വന്നിരിക്കാം. പക്ഷെ ഇതിനകത്ത് അത് ഉണ്ടാവില്ല. ഇത് തീർത്തും കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തെറ്റുകൾ വളരെ ചുരുക്കമായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കുന്നു. ഇപ്പൊ പേപ്പർ റെക്കോർഡ്സിന്റെ പോലെ നമുക്ക് പേപ്പർ, ഫയല്, ത്രെഡ് അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം കമ്പ്യൂട്ടർ ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻസ് അത് കുറയ്ക്കുന്നു. പിന്നെ മാറ്റത്തിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യാം. രോഗികളുടെ മാറ്റം, അതായത് അവരുടെ അഡ്രസ്സ് മാറുകയോ മൊബൈൽ നമ്പർ മാറുകയോ പേര് മാറുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനകത്ത് EHRൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? ഇനി ആർക്കെങ്കിലും ഒന്നും കൂടി പറയണോ? വേണ്ട?
നമുക്കിനി ഒരു കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ് കൂടി ഒന്ന് നോക്കാം. ഞാൻ വായിക്കണം എന്നുണ്ടോ? നിങ്ങൾ വായിച്ചാൽ മതിയോ? എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതിയോ നിങ്ങൾക്ക്? ഞാൻ വായിക്കണം എന്നുണ്ടോ? കുറെ അധികം ഉണ്ട്, വായിക്കണോ? നിങ്ങൾ വായിച്ചോളൂ അല്ലേ? കമന്റ് ചെയ്യട്ടോ. വായിക്കണമെങ്കിൽ വായിച്ചു തരാനാണ് പറയുന്നത്. വായിക്കണം. നിങ്ങൾ വായിച്ചോളൂ. ആ, ഓക്കെ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് 3-4 പോയിന്റ് ശരിക്കും വരുന്നുള്ളൂ. ആ 3-4 പോയിന്റിന്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. 3 or 4 പോയിന്റ് അത്രയും മതി. ഇത് വാരി വലിച്ചു വെറുതെ കൊടുത്തിരിക്കുകയാണ് മുഷിപ്പിക്കാനായിട്ട്. അതിന്റെ ആവശ്യമില്ല. അത് ആദ്യം വായിക്കുക. അതിന് അതിന്റെ പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഞാനൊന്ന് കമ്പാരിസൺ പറയാം. അതായത് പേപ്പർ റെക്കോർഡുകളും പേപ്പർ ബേസ്ഡ് റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. പേപ്പർ റെക്കോർഡിനേക്കാൾ EHRന്റെ മികവിനെ കുറിച്ച് ശ്രദ്ധേയമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് ചില നേട്ടങ്ങളും ദോഷങ്ങളും ഉണ്ട്. EHR എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. EHR എന്താ? EHR എന്താണ്? കമന്റ് ചെയ്ത് വേഗം. ഇത്ര നേരം പഠിച്ചത് what is EHR? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെയാണ് നമ്മൾ EHR എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന രോഗിയുടെ ആരോഗ്യ വിവരങ്ങളുടെ രേഖയാണ് EHR എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ
പേപ്പർ ബേസ്ഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിൽ എഴുതുന്നത്, നമ്മൾ ഫയലാക്കി ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുന്ന സംഭവമാണ് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്. ഓക്കെ, അപ്പൊ അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ EHRന്റെ മികവ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്, വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ EHR എന്ന് പറയുന്ന, അതായത് അവർക്ക് ഫയൽ ഉണ്ടാവില്ല, എല്ലാം കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പൊ EHRന്റെ മികവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടെങ്കിലും അതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. അപ്പൊ അതിന്റെ ഗുണത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും അതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി ആ ഒരു പാരാഗ്രാഫ് കേട്ടോ. പോയിന്റുകളാണ് പറയുന്നത്. ഇതിന് ട്രാൻസ്പെറൻസി ഉണ്ട്, സുതാര്യത. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. EHRന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇതിന് ട്രാൻസ്പെറൻസി ഉണ്ട്, പോർട്ടബിലിറ്റി ഉണ്ട്. രണ്ടാമത് എന്താണ്? പോർട്ടബിലിറ്റി. മൂന്നാമത്തത് ആക്സസിബിലിറ്റി. അപ്പോ ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി, ആക്സസിബിലിറ്റി, ഇത് മൂന്നും ഇതിന്റെ പ്രത്യേകതകളാണ്. ഡോക്ടേഴ്സിന് എളുപ്പത്തിൽ ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടേഴ്സിന് ഫയല് തെരഞ്ഞു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫയല് നോക്കി കുറെ നേരം അതിങ്ങനെ മറിച്ച് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവരുടെ സ്ക്രീനിന് മുന്നിൽ രോഗികളുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകള് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോ ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് പേഷ്യന്റ് റെക്കോർഡിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷേ ഇത് രണ്ടുമാണ് ഇതിന്റെ ഗുണങ്ങളെങ്കിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ടതാണ് പറയാനായിട്ട് പോകുന്നേ, ഒരു അൺഓതറൈസ്ഡ് പേഴ്സണ് ഇത് സ്റ്റോളൻ ചെയ്യാം. മൂന്നാമതൊരാള് പുറത്തുനിന്ന് വന്നിട്ട് ഇത് മോഷ്ടിക്കാനായിട്ട് ഇടയുണ്ട്. എന്ത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഹാക്കിംഗ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഹാക്കിംഗ് കേട്ടിട്ടുണ്ടോ? സൈബർ ലോകവുമായി ബന്ധപ്പെട്ട് ഹാക്കിംഗ് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? എന്താണ്? നമ്മുടെ വിവരങ്ങള് നമ്മളറിയാതെ മൂന്നാമതൊരാൾ വന്ന് മോഷ്ടിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ എന്ത് ചെയ്യാം? ഹാക്ക് ചെയ്യപ്പെടാം. എങ്ങനെയാണ് ഇത് ഹാക്ക് ചെയ്യപ്പെടുന്നത്? ഹോസ്പിറ്റൽ സ്റ്റാഫുകള് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പാസ്വേഡുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഈ പാസ്വേഡുകള് മൂന്നാമതൊരാൾ കാണുകയോ അല്ലെങ്കിൽ ഉപയോഗശേഷം സ്റ്റാഫുകള് ലോഗൌട്ട് ചെയ്യാൻ മറക്കുകയോ ചെയ്യുമ്പോഴാണ് അവിടെ ആ ഫയലുകൾ മോഷ്ടിക്കപ്പെടുന്നത്. അപ്പോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ EHR സൂക്ഷിക്കുന്നതിന്റെ സുരക്ഷയെ പറ്റി കൂടുതലായിട്ട് ഇവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടാം? ഇത് മോഷ്ടിക്കപ്പെടാം. അപ്പൊ ഇതിന് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയുമാണ് എന്ത് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോ ശരിയായിട്ട് പാസ്വേഡ് എന്ത് ചെയ്യണം? നമ്മള് സ്റ്റാഫുകൾ സൂക്ഷിക്കണം. അപ്പൊ നിങ്ങളും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോകുന്ന ആളുകളാണ്. നമ്മൾ പാസ്വേഡുകൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് മറ്റൊരാൾ കാണാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ലോഗൌട്ട് ചെയ്യാനായിട്ട് മറക്കാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് പേപ്പർ ബേസ്ഡ് റെക്കോർഡിനെ കുറിച്ചിട്ടാണ്. പേപ്പർ ബേസ്ഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാല് കാര്യമായിട്ട് ഗുണങ്ങളൊന്നും തന്നെയില്ല. ഇത് പുവർലി റീഡബിൾ ആണ്. അതായത് നമുക്ക് നേരാവണ്ണം വായിക്കാനായിട്ട് പറ്റില്ല. ഡോക്ടർമാരുടെ ഭാഷ നമുക്ക് മനസ്സിലാവോ? ഒരിക്കലുമില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് വായിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ പെൻമാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ മീനിങ് പേഴ്സണൽ ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് കേട്ടോ. പെൻമാൻഷിപ്പ് അതായത് കൈയക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്, അല്ലെ? ഇത് റെഡിയാക്കുന്നത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഇത് എഴുതുമ്പോൾ അവർക്ക് തെറ്റുകൾ വരാം. അവര് തെറ്റായ മരുന്നുകൾ എഴുതാം, റോങ് ആയിട്ടുള്ള ഡോസേജ് എഴുതാം, വേണമെങ്കിൽ തെറാപ്പി മാറ്റി എഴുതാം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേപ്പർ ബേസ്ഡ് റെക്കോർഡിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പേപ്പർ ബേസ്ഡ് റെക്കോർഡിന്റെ പ്രത്യേകത. കൂടുതലും ആളുകൾ സജസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് EHR തന്നെയാണ്. അതിന്റെ മേന്മകളാണ് ഹോസ്പിറ്റൽ മേഖല കൂടുതലായിട്ട് പുകഴ്ത്തുന്നത്. ഓക്കെ, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? പുവർലി റീഡബിൾ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. നമുക്ക് ഇത്രയും എടുത്താൽ മതി ഇന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പെൻമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹാൻഡ് റൈറ്റിംഗ്, അതിനെയാണ് പെൻമാൻഷിപ്പ് എന്ന് പറയുന്നത്. പേപ്പർ റെക്കോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടല്ലേ? ഹാൻഡ് റൈറ്റിംഗ് ഡോക്ടർമാർ എഴുതുന്നതല്ലേ? അപ്പോ അതിനെയാണ് പെൻമാൻഷിപ്പ്. പേഴ്സൺ ഹാൻഡ് റൈറ്റിംഗ് ആണ് പെൻമാൻഷിപ്പ്. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം കേട്ടോ. മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൗട്ടും ആയിട്ട് പോവരുത് കേട്ടോ. എങ്ങനെയുണ്ട് ചാപ്റ്റർ? കുഴപ്പമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ നിങ്ങള്? സുമി മോളെ ചാപ്റ്റർ എങ്ങനെയുണ്ട്? ഓക്കെ ആണ്? ഓക്കെയാണ് മിസ്സേ. ആ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇതിന്റെ തന്നെ കണ്ടിന്യൂ. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങളാണ് ഇനിയുള്ളത്. ഇതുപോലെ വലിയ പാരഗ്രാഫ് കാര്യങ്ങളൊന്നും തന്നെയില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പഠിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.